Hi friends, welcome to your mirror. എൻ്റെ പേര് നീനു. അപ്പോൾ മറ്റൊരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ്. എല്ലാവരും വീട്ടിലിങ്ങനെ ലോക്ക്ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഓണാഘോഷമൊക്കെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ. എങ്കിലും നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഓണസദ്യയും എന്താ പറയുക, കുറച്ച് ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഒരുങ്ങാം. അതായത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരുങ്ങുന്ന പോലെ ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊരു ഫോട്ടോ എടുക്കാനും അതുപോലെ ഒരു ഓണസദ്യക്ക് എല്ലാവരോടും സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് ഒരുങ്ങി ഒക്കെ ചെയ്യാനായിട്ട് ഒരു ചെറിയ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, അണ്ടർ ഐ ക്രീമും ഇട്ടിട്ടുണ്ട്. കാരണം നല്ല ഓർക്ക ക്ഷീണമുണ്ട്, എനിക്കിപ്പോൾ ഡാർക്ക് സർക്കിൾ ആയി തുടങ്ങിയതുകൊണ്ട് റെഗുലറായിട്ട് ഞാനിപ്പോൾ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടു. അടുത്തതായിട്ട് ഞാൻ ഒരു പ്രൈമർ ഇടുകയാണ്. ഇത് ഇപ്പോൾ വീടിനകത്തിരുന്ന് ഓണാഘോഷിക്കുമ്പോഴത്തേക്കും പ്രൈമർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പം എൻ്റെ മുഖത്ത് നല്ല ഈ സ്കിന്നൊക്കെ കുറച്ച് ടയർഡായിരിക്കുന്നുണ്ട്. മേക്കപ്പ് കുറച്ച് ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ പ്രൈമർ വേണം, അതുകൊണ്ട് ഞാൻ ഇടുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് സർക്കിളുണ്ട്, കൺസീലർ ഇടുകയാണ്. ഞാനിപ്പം കൺസീലറിന് പകരമായിട്ട് ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുള്ളൊരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ഐ മേക്കപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്, ഐ ഷാഡോ. ഇപ്പോൾ ഒരു ഓറഞ്ചും ബ്രൗണോടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ എടുത്തു. ഞാനിപ്പം ഇതിൻ്റെ കണ്ണിന് മിഡിലായിട്ടൊരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ഷിമ്മറി ഐ ഷാഡോ കൊടുക്കുന്നുണ്ട്. ഈ ഐ ഷാഡോ ആപ്ലിക്കേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇന്നർ കോർണറിൻ്റെ അവിടെ ഞാൻ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൊന്ന് ശരിക്കും ഓപ്പൺ ആയിട്ടിരിക്കുന്നൊരു ഫീലിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് കണ്ണെഴുതാം. ഇനി ഒരു ലാഷ് കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്യാണ് എൻ്റെ ഐ ലാഷ്. അടുത്തതിൻ്റെ ഫേവറേറ്റ് മസ്കാര മെബിലിൻ കൊളോസൽ മസ്കാര എടുത്തിട്ട് ഒന്ന് എഴുതുകയാണ്. അടുത്തായിട്ട് കണ്ണെഴുതുന്നതിന് മുമ്പായിട്ട് ലോവർ വാട്ടർ ലൈനിലാണ് ഞാൻ ശരിക്കും എഴുതുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ മുകളിൽ ഈ ക്രീസിൽ യൂസ് ചെയ്ത സെയിം ഐ ഷാഡോ കളർ എടുത്തിട്ട് ഈ കോർണറിൽ ഇന്നർ കോർണറിൻ്റെ അവിടെ ജസ്റ്റ് താഴെയായിട്ട് ഔട്ടർ കോർണറിൻ്റെ അവിടെ ജസ്റ്റ് താഴെയായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇത് എൻ്റെ ഫേവറേറ്റാണ്, ലാക്മി ഐക്കോണിക് കാജൽ. എനിക്കിത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒട്ടും സ്പ്രെഡ് ആവാറില്ല. ഓക്കെ, അതിനുശേഷം ഈ കോർണറിൻ്റെ ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഇപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് മുഖത്ത് ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഫൗണ്ടേഷൻ ഇടാം, ജസ്റ്റ് കോമ്പാക്ട് പൗഡർ മതിയെങ്കിൽ അതായാലും മതി. നമ്മളിപ്പം വീട്ടിലിരിക്കുമ്പോഴേക്കും ഫൗണ്ടേഷൻ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഈ ഡാർക്ക് സർക്കിളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഈ പാച്ചസ് ഈ പിഗ്മെൻറ്റേഷനുള്ള ഏരിയയിൽ മാത്രം കുറച്ച്
അതിനുവേണ്ടി മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഡ്രീം സാറ്റിൻ ലിക്വിഡ് ഫൗണ്ടേഷൻ, എൻ്റെക്കാൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ്, അതുപോലെ റിമലിൻ്റെ എന്നെ കഴിഞ്ഞും ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഞാനത് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്തു. അടുത്തായിട്ട് മെബിലിൻ്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ, പ്രസ് പൗഡർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ടൊരു പീച്ച് കളർ, പീച്ച് പിങ്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ബ്ലഷാണ്. അതെടുത്തിട്ട് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഹൈലൈറ്റർ എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോയുടെ താഴെ പിന്നെ ഈ ഐബ്രോയുടെ അടുത്തായിട്ട് നമുക്കൊരു ലിപ്സ്റ്റിക്ക് ഇടാം. അതിന് മുമ്പായിട്ട് ലിപ് ലൈനർ വെച്ചിട്ടൊരു ലൈൻ കൊടുക്കുകയാണ്. അടുത്തായിട്ട് ലിപ്സ്റ്റിക്കിന് ഞാൻ എടുത്തേക്കുന്നത് മെബിലിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ്. സ്റ്റേ എക്സെപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് 25 നമ്പർ 25 ആണിത്. നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരുന്ന ലോങ് ലാസ്റ്റിംഗ് ഒരു ലിപ് ക്രയോൺ ആണ്. ഓക്കെ, അപ്പം ഞാനൊന്ന് തലയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണൊരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവരെ ബൈ.